നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മ്യൂസിക് മോഡലിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് യമഹയുടെ ഒരു ഹൈ എൻഡ് പ്ലെയറായ, അതായത് സൂപ്പർ ഓഡിയോ CD പ്ലെയറാണ്. യമഹയുടെ S2000 എന്ന മോഡലാണ്. അത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഗണത്തിൽപ്പെടുത്താവുന്ന CD പ്ലെയറാണ്. നല്ല ഡാക്ക് ഇൻബിൽറ്റ് വരുന്നതാണ്, അതേപോലെ ഓഡിയോ ഫയൽ ഗ്രേഡൊക്കെ വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു ഹൈ എൻഡ് CD പ്ലെയർ എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് ബോക്സ് പീസാണ്. അത് ബോക്സോ വിത്ത് ബോക്സ്, അതിൻ്റെ നമ്മുടെ കാറ്റലോഗ്, റിമോട്ട് എല്ലാം അടക്കം അവൈലബിൾ ആണ്. അപ്പം നല്ല ഹൈ എൻഡ് ഓഡിയോ CD പ്ലെയർ നോക്കുന്നവർക്ക് നോക്കാം. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് മോഡ് കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇതാണ് നമ്മുടെ യമഹ CD പ്ലെയറിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇവിടെ നമുക്ക് ബാഡ്ജിങ് കാണാം. യമഹ നാച്ചുറൽ സൗണ്ട് സൂപ്പർ ഓഡിയോ പ്ലെയർ CD S2000 അതിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇട സൈഡിൽ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതായത് സൂപ്പർ ഓഡിയോ CDയുടെ ഒരു ബാഡ്ജ് ലൈറ്റ് ഇവിടെ ഓണാക്കുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ പ്യൂർ ഡയറക്റ്റിൻ്റെ ഒരു കൺട്രോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് വലിയ സ്വിച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഓഡിയോ ക്വാളിറ്റി, അതായത് മെയിനായിട്ട് ഓഡിയോ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. അപ്പോൾ അത്രയും ഹെവി ഓഡിയോ ക്വാളിറ്റി തരുന്നൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് XLR ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ കൊണ്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ്, ഫോർവേഡ്, പ്ലേ, പവർ സ്വിച്ച്, സ്റ്റോപ്പ് എത്രയും കൊടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും വേണ്ടതല്ല. പിന്നെ നമുക്ക് ഓപ്പൺ ക്ലോസ് സ്വിച്ചസ്. അപ്പം എന്താ പറയുക, അത്രയും പ്രീമിയം ഒരു പ്രോഡക്റ്റാണ്. അത്രയും ഹൈ ക്വാളിറ്റി ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മളിപ്പോൾ MP3 ഇതിനകത്ത് ഇടാം. എന്ത് MP3 ഇട്ടാലും ഓഡിയോ CD നമ്മൾ പ്ലേ ചെയ്താലും, പക്ഷേ അതിൻ്റെ ഔട്ട് നമുക്ക് ഓഡിയോ CDയുടെ ഔട്ട് തന്നെ കിട്ടും. അത്രയും ക്ലാരിറ്റി, ഡാക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട്. അത്രയും എന്താ പറയുക, നമ്മൾ ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്ലെയർ തന്നെ ഉപയോഗിക്കണം. എന്നാൽ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ സൈഡ് പാനൽ നമുക്ക് വുഡ് പാനലാണ് വരുന്നത്. നല്ല മാറ്റ് ഫിനിഷുള്ള വുഡ് പാനൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. മേളിൽ മെറ്റൽ ഫ്രെയിം വരുന്നുണ്ട്, സൈഡിൽ വുഡ് പാനൽ, രണ്ട് സൈഡിലും വുഡ് പാനലാണ് വരുന്നത്. നമുക്ക് ഈ സൈഡിലും കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ നമുക്ക് ഇതും നല്ല മെറ്റലാണ് റിമോട്ട് കൺട്രോൾ. അതിന് വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 1/2 കിലോളം വെയിറ്റ് ഉണ്ട്. അത്രയും നല്ല ഹെവി ബിൽഡാണ്. അപ്പോൾ അത്രയും വില കൂടിയൊരു പ്ലെയർ ആകുമ്പോൾ അതിൻ്റെ റിമോട്ടും ആ രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന റിമോട്ട്. അത് നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റായിരിപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ബാക്കിന് ഇതാണ് ഇതിൻ്റെ കണക്ഷൻസൊക്കെ വരുന്നത്. ഇവിടെ XLR ഔട്ട് ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അനലോഗ് ഔട്ട്പുട്ടിൻ്റെ ഒരു സെക്ഷൻ വന്നിട്ട് ഗോൾഡ് പ്ലേറ്റഡാണ്. ഇത്ര നീറ്റാണ് കേട്ടോ, നമുക്ക് ഗോൾഡ് പ്ലേറ്റഡാണ് വരുന്നത്. പിന്നെ വന്നിട്ട് ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, ഔട്ട്പുട്ട് വരുന്നുണ്ട്, കോആക്സിയൽ ഔട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലെയർ വന്നിട്ട് വളരെ റെയറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ പാക്കിംഗ് ബോക്സ് എല്ലാം ഉണ്ട്. വെയിറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 15 കിലോളം വെയിറ്റും വരുന്നുണ്ട്. അത്രയും ഹെവി ആയിട്ടൊരു പ്രോഡക്റ്റാണ്. ഒരു 1-2 മണിക്കൂർ മാക്സിമം കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ, അങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പം നല്ലൊരു ക്വാളിറ്റി ഇരിക്കുന്ന ഹൈ എൻഡ് CD പ്ലെയർ നോക്കുന്നവർക്ക് സെലക്ട് ചെയ്യാം. അത്രയും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, നീറ്റ്, ഈവൻ സിംഗിൾ സ്ക്രാച്ചസ് പോലും ഇല്ല. എന്താ പറയുക, ഇനി കൂടുതൽ പറയണ്ടത്, നമ്മൾ ഹൈ എൻഡ് ഓഡിയോ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും യമഹയുടെ S2000 കുറിച്ച് അറിയാമായിരിക്കും. നമ്മളതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മ്യൂസിക് മോഡെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.